तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9-ാം തന്ത്രത്തിലെ തില്ലയിലാടുന്ന ശിവൻ്റെ തിരുക്കൂത്ത് തിരുമൂലദേവൻ നമുക്ക് കാണിച്ചു തരികയാണ്. കാണിച്ചു തരിക മാത്രമല്ല, നമ്മെ അനുഭൂതിയുടെ അലൗകിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ആ തിരുനടന ദർശനം കാണാൻ അല്ലയോ ഭക്തന്മാരെ, അല്ലയോ സാധകന്മാരെ, നിങ്ങളെ ഈ തിരുനട ദർശനത്തിന് വേണ്ടി നമുക്ക് കൈലാസത്തിലെ ആ ചിൽസഭയിൽ എത്തിച്ചേരാം. ആ ചിൽസഭയിലെ നൃത്തം കാണൂ. എങ്ങും ശിവരൂപം, എങ്ങും ശിവശക്തി, എങ്ങും ചിദംബരം, എങ്ങും ശിവനൃത്തം, എങ്ങും ശിവമായിരിക്കയാൽ എങ്ങെങ്ങും പൊങ്ങുന്നവൻ്റെ അരുൾ വിളയാട്ടം. വേദങ്ങളാടവേ, ആഗമമാടവേ, തീർത്ഥങ്ങളാടവേ, അണ്ടങ്ങളാടവേ, ഭൂതങ്ങളാടവേ, ഭൂതലമാടവേ, നാദം കൊണ്ട് ആനന്ദരൂപനും ആടിനാൻ. ദേവർ, സുരാസുരർ, സിദ്ധർ, വിദ്യാധരർ, മൂർത്തികൾ മൂവരും താപസന്മാരുമേ എല്ലാം ചരാചര ജാലവും ആടിടും എന്നാഥനാം പരമേശ്വരനോടവേ. പരമേശ്വരൻ ആടുമ്പോൾ ഈ ലോകമാകെ പരമേശ്വരനോടുകൂടി ആടുന്നു. ചിൽസഭയിലെ ആനന്ദ നൃത്തത്തിൽ, ആ ശിവതാണ്ഡവത്തിൽ രസിച്ച് അതിൽ അമഗ്നരായി അതിൽ ലയിച്ചു ചേർന്ന് എല്ലാ ചരാചരങ്ങളും ദേവന്മാർ, സുരാസുരന്മാർ, സിദ്ധർ, വിദ്യാധരർ, മൂർത്തികൾ മൂവരും താപസന്മാരും ചരാചര ജാലവും എല്ലാം ആ എന്നാഥനാം പരമേശൻ്റെ ആ തിരുക്കൂത്തിനോടൊത്ത് നൃത്തം വയ്ക്കുന്നു. അപ്പോൾ സകല ജീവജാലങ്ങളും പരമേശ്വരനോടൊത്ത് ശിവതാണ്ഡവമാടുന്ന അത്ഭുതകരമായൊരു കാഴ്ച ഇവിടെ തിരുമൂലദേവൻ നമുക്കായി തുറന്നിടുന്നു. ഈ തിരുസഭയിലേക്ക്, ഈ ചിൽസഭയിലേക്ക് നമുക്കും പ്രവേശിച്ച് ശിവനോടൊത്ത്, പരമശിവനോടൊത്ത് നമുക്കും ഈ ആനന്ദ നൃത്തം, ഈ തിരുനടനത്തിൽ പങ്കെടുക്കാം. ഇവിടെ നമ്മളും ശിവനായി മാറി ആനന്ദ നൃത്തം, ശിവനൃത്തം ആടുകയാണ്. ഇത് ആനന്ദ നൃത്തമാണ്. നിർവൃതിദായകമായ പരമാനന്ദ നൃത്തം ശിവനോടൊത്ത് നമുക്ക് ആടാം. നോക്കൂ, എങ്ങും ശിവരൂപം, എവിടെയും ശിവനൃത്തം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എവിടെയും ശിവനൃത്തം മാത്രം. എവിടെയും ശിവശക്തിയുടെ ആ മഹാതാണ്ഡവം നാം കാണുന്നു. ആനന്ദ താണ്ഡവം നാം കാണുന്നു. ചിൽസഭയിലെ ആനന്ദ താണ്ഡവം നാം കാണുന്നു. എങ്ങും ചിദംബരം, എല്ലായിടത്തും ചിദംബരമാണ്. ചിദംബരം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. തമിഴകത്തുള്ള ആ ചിദംബരത്തിൽ തില്ലയിൽ നടനമാടുന്ന ശിവനെയാണ് സാധാരണ നാം ബാഹ്യദൃഷ്ടി കൊണ്ട് കാണുന്നത്. ഇവിടെ ചിദംബരം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ്സാണ്. ആ ശിരസ്സാകുന്ന ചിദംബരം, ഭക്തൻ്റെ ശിരസ്സാകുന്ന ചിദംബരത്തിലാടുന്ന നൃത്തത്തോടൊപ്പം നമ്മളും ശിവനൃത്തമാടുകയാണ്. എങ്ങും ശിവമയമാണ്, എങ്ങും ശിവയാൽ എങ്ങും പൊങ്ങുന്നവൻ്റെ അരുൾ വിളയാട്ടം. ഇത് അരുൾ വിളയാട്ടമാണ്.
അനുഗ്രഹ വിളയാട്ടമാണ്. അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ ഭക്തന്മാർക്കെല്ലാം, ഈ സാധകന്മാർക്കെല്ലാം നിരന്തരം അനുഗ്രഹം അരുൾ വർഷിച്ചുകൊണ്ട് ആനന്ദ നൃത്തമാടുന്നു. ഈ ആനന്ദ നൃത്തത്തിൽ ഭഗവാൻ ശിവൻ ശക്തിയോടൊത്ത് ആനന്ദ നൃത്തമാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പൊഴിയുന്നത് നക്ഷത്രങ്ങളാകുന്ന അരുളാണ്. ആ നക്ഷത്രങ്ങളാകുന്ന, ഭസ്മമാകുന്ന, ഭൂതിയാകുന്ന, ശിവവിഭൂതിയാകുന്ന ആ അരുൾ നൃത്തത്തിൽ പൊഴിയുന്ന അരുൾ അഥവാ അനുഗ്രഹം എല്ലാ ഭക്തന്മാരിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഈ ആനന്ദ നൃത്തത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശിവൻ്റെ അനുഗ്രഹം കിട്ടുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേദങ്ങളാടുന്നു. എല്ലാ വേദങ്ങളും, സമസ്ത വേദങ്ങളും ശിവനൃത്തത്തിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശിവനൃത്തം എന്ന് പറയുന്നത് വേദങ്ങളുടെ നൃത്തമാണ്. വേദധ്വനിയാണ് അവിടെ മുഴങ്ങുന്നത്, വേദസാരമാണ് അവിടെ തിളങ്ങുന്നത്. വേദത്തിൻ്റെ പൊരുളാണ് ശിവനൃത്തത്തിൽ നാം കാണുന്നത്. വേദങ്ങൾ മാത്രമല്ല, ആഗമങ്ങളും അവിടെ ആടിത്തിമർക്കുന്നു. അപ്പോൾ ശിവനൃത്തം എന്ന് പറയുന്നത് ആഗമസത്യത്തിൻ്റെ വിശദീകരണമാണ്, വേദങ്ങളുടെ പൊരുളാണ്. വേദപ്പൊരുളും ആഗമപ്പൊരുളും ശിവനൃത്തത്തിൽ തെളിഞ്ഞു വരുന്നു. അതെന്താണ്? പരമശിവാനന്ദമല്ലാതെ മറ്റൊന്നുമല്ല. തീർത്ഥങ്ങളാടവേ, അണ്ടങ്ങളാടവേ, ഇവിടെ എല്ലാ തീർത്ഥങ്ങളും ഒരുമിച്ച് ഈ മഹാനൃത്തത്തിൽ, ഈ ശിവനൃത്തത്തിൽ പങ്കെടുക്കുന്നു. അണ്ടങ്ങൾ, ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. ഭൂതങ്ങൾ, എല്ലാ ഭൂതങ്ങളും ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. ഭൂതലമാകെ 14 ലോകങ്ങളും ഈ നാദനൃത്തത്തിൽ, ആനന്ദ നൃത്തത്തിൽ ശിവനോടൊത്ത് ആടിത്തിമർക്കുന്നു. എന്തൊരു മഹനീയമായ, എന്തൊരു അത്ഭുതകരമായ നൃത്തമാണിതെന്ന് നോക്കൂ. ലോകങ്ങളെല്ലാം ആനന്ദ നൃത്തത്തിലാടുമ്പോൾ ശിവഭഗവാനിൽ നിന്ന് അരുൾ എല്ലായിടത്തേക്കും വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട്, സകലർക്കും മോക്ഷം നൽകിക്കൊണ്ട്, സകലർക്കും ശിവപ്രകാശം വിതറിക്കൊണ്ട് ഇതാ ഈ ആനന്ദ നൃത്തം നടന്നുകൊണ്ടിരിക്കുന്നു. ദേവർ, സുരാസുര, സിദ്ധർ, വിദ്യാധരർ, മൂർത്തികൾ മൂവരും താപസന്മാരുമേ, എല്ലാ ചരാചര ജാലവും ആടിടും എൻ നാഥനാം പരമേശ്വരനോടൊത്ത്, എൻ്റെ നാഥനായ പരമശിവനോടൊത്ത് ഈ ചിൽസഭയിൽ ആനന്ദ നൃത്തം ആടുകയാണ്. ദേവന്മാർ, സുരാസുര, സിദ്ധർ, വിദ്യാധരർ, 3 മൂർത്തികളും എല്ലാവരും, താപസന്മാരും ജീവജാലങ്ങളും എല്ലാം തന്നെ ഈ ആനന്ദ നൃത്തത്തിൽ പങ്കെടുക്കുന്ന മഹനീയമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ആനന്ദ നൃത്തം ഒരർത്ഥത്തിൽ ചിദംബരത്താണ് നടക്കുന്നത്. ചിദംബരം എന്ന് പറയുന്നത് ഒരു പ്രദേശമല്ല, നമ്മുടെ ശരീരത്തിലെ ശിരസും നമ്മുടെ ശരീരവുമാണ് ഈ ചിദംബരം അല്ലെങ്കിൽ തില്ലൈ ദേശം. ആ തില്ലൈ ദേശത്താണ് ഈ തിരുനടനം നടക്കുന്നത്. അത് എന്താണെന്ന് നോക്കൂ. അതായത് മൂലാധാരത്തിൽ നിന്ന് ശക്തി ഉണർന്ന് സഹസ്രാരത്തിൽ എത്തിച്ചേരുന്ന ഒരാനന്ദ താണ്ഡവമാണ് ഇവിടെ നാം നടക്കുന്നത്. ശിവൻ്റെ തിരുനടനം എന്നാൽ മൂലാധാരം മുതൽ സഹസ്രദളം വരെ ആദി അന്തമായി നിലകൊള്ളുന്ന 7 അണ്ടങ്ങളും ശോഭയാർന്ന പൊൻപതി പോൽ പ്രകാശിച്ചു നിൽക്കും. 5 ആകാശങ്ങൾക്കും മേലിയായി ശിവനൃത്തം നടക്കുന്നു. പിന്നെ മാത്രമല്ല, സുഷുമ്നാനാഡിയിലൂടെ മൂലാഗ്നി എന്ന അരുൾ ശക്തിയെ മേലോട്ടുയർത്തി സഹസ്രദളം നോക്കി ജ്യോതിർരൂപത്തിൽ അവൻ ഉയർന്നു പൊങ്ങുന്ന ആനന്ദ നൃത്തമാണിത്. ഇപ്രകാരം ജ്യോതി വടിവിൽ തിരുവമ്പലക്കൂത്ത് നടത്തുന്ന ശിവൻ്റെ അതിഗംഭീരമായ ചിത്രമാണ് തിരുമൂലദേവൻ ഇവിടെ
നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ശിവഗുരുവാൽ അരുളി ചെയ്ത ശിവധർമ്മ സാധനകൾ അനുഷ്ഠിച്ച് അതിലുണ്ടാകുന്ന ഗുണസിദ്ധികൾ ആർജിച്ച് പെരുമ്പത്തിലാഴ്ന്നിരുന്നാൽ ശിരസിൽ തെളിയുന്ന ചന്ദ്രക്കല ശിരസിൻ്റെ തെൻദിശ എന്ന വലതുവശം ചെന്ന് സൂര്യകലയോട് ചേരുന്ന രഹസ്യതത്വമാണ് ഇവിടെ വിവരിക്കുന്നത്. തദ്വാര ശരീരമാകെ പുളക ചാർത്ത് അണിയുന്നു. ശിവശക്തിയോട് ചേർന്ന് നിന്ന് അഴിവില്ല അനന്താനന്ദ നൃത്തം ആടി നിൽക്കുന്ന ഇവിടെ സാധകനെ തന്നെയാണ് നാം കാണുന്നത്. ആദിപരനായ ശിവൻ്റെ നൃത്തത്തിൽ അംഗങ്ങളെല്ലാം അഗ്നിക്കലയാർന്നാടും. ജടാമുടികളെല്ലാം വേദമന്ത്രങ്ങൾ ഉതിർക്കും. ശിവൻ്റെ പ്രജ്ഞ ഈശ്വരലീലകളിൽ ഉന്മത്തമായി അമൃതാനന്ദാത്മകമായ ദിവ്യാനുഭൂതിയായി ആടി നിൽക്കും. ശിരസിലെ അർദ്ധചന്ദ്രക്കല എന്ന വിദ്യോപാധികത ചൈതന്യം പ്രകാശമാർന്ന് മുഴുകെ പടർന്നു നിൽക്കും. ഇപ്രകാരം ശിരസിലെ നാദജ്യോതിസിൽ നിന്നാടിയ നടനമാണ് നാദാന്ത നടനമായ ഈ ശിവതാണ്ഡവം. അപ്പോൾ നാദാന്ത നിലയായ ആ തിരുനടനത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതിനെ നാദാന്ത നടനമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ അവസ്ഥ ശരിക്കും വിവരിക്കുന്ന ഒരു കവിതയുണ്ട്. ഈ തിരുക്കൂത്ത്, ഈ നൃത്തദർശനം കണ്ട ഒരു മഹാശിവയോഗിയായ മഹാകവി തമിഴകത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് തിരുവാചകകർത്താവായ മാണിക്യവാചകർ തിരുവാചകമെന്ന മഹത്തായ കൃതിയിൽ ഈ നൃത്ത ദർശനത്തെ കണ്ടിട്ട് വർണ്ണിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ഇന്ത്യമഞ്ചിനും കീഴ്പ്പെട്ട് ചിത്തംബരത്തിൽ ചെന്ന് അലഞ്ഞ് അന്തമില്ലാ നരകത്തിലാഴും എൻ്റെ ചിന്തയെ തെളിച്ച് ആത്മബോധത്തെ തന്നനുഗ്രഹിച്ച ചിത്സഭാനൃത്തത്തിലെ നായക. അപ്പോൾ ചിത്സഭാനൃത്തത്തിലെ ആ ആനന്ദ നൃത്തമാടുന്ന ശിവഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്, ആ ശിവഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നൃത്തദർശനം തിരുവാചകർത്താവായ മാണിക്യവാചകർ എഴുതുന്നത്. മുൻജന്മമൂലം ഉണ്ടാം ജന്മദുഃഖത്തിൽപ്പെട്ട് തന്നുള്ളിൽ ഈശനെ കണ്ടിടാതെ അന്ധനാകും എന്നെ പിന്നെ എങ്ങനെയോ കൈക്കൊണ്ട് അനുഗ്രഹിച്ച മന്നൻ തൻ മഹാദിവ്യ ചിത്സഭാ നൃത്തം കണ്ടേൻ. അങ്ങനെയുള്ള ആ ശിവൻ്റെ ചിത്സഭാ നൃത്തം ഞാൻ കണ്ടു. സ്വസ്വരൂപത്തെ തെല്ലും കാണാതിരുന്ന കാലത്ത് ഔത്സുക്യത്തോടെ എൻ്റെ ബോധത്തിൽ പ്രവേശിച്ച് ആശീർവദിച്ചോനെ, നിൻ മംഗളസ്വരൂപത്തെ ആശിച്ച പോലെ കണ്ടേൻ ചിത്സഭാവേദി തന്നിൽ. ഞാൻ എപ്രകാരമാണോ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹപൂർത്തി നൽകിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മഹാനടനമാണ് നീ ചിത്സഭയിൽ നടത്തിയത്. അല്പജ്ഞനായി പീറനായി ഇരുന്ന ഞാൻ സർവജ്ഞനായി തീർന്നതെല്ലാവരും കാണുമാറായി. ബന്ധത്തോടെൻ്റെ അജ്ഞാനത്തെയും തൊലച്ചോനെ, സർവരും തൊഴും നിൻ്റെ ചിത്സഭാ നൃത്തം കണ്ടേൻ. എല്ലാ മഹാജീവജാലങ്ങളും കാണുന്ന ആ ചിത്സഭാ നൃത്തം ഞാനിതാ കാണുന്നു. വർണ്ണവംശാഭിമാനച്ചുഴിയിൽപ്പെട്ട് തന്നറിവും നശിച്ച് നായി പോലിരുന്നോരെൻ്റെ ഞാനെൻ്റേതെന്നും മറ്റും ചിന്തയെ മാറ്റി ജന്മം തീർക്കും മരുന്നാം നിൻ്റെ ചിത്സഭാ നൃത്തം ഞാൻ കണ്ടേൻ. എൻ ശത്രുമിത്രഭാവം മാറ്റി എൻ ജന്മം മാറ്റി ആശീർവദിച്ച നാഥ, തില്ലയിൽ കണ്ടേൻ നിന്നെ ചിത്സഭ തന്നിൽ. നിന്നെ ഉമ്പരും സിദ്ധന്മാരും അഞ്ജലി കൂപ്പിത്താണ് പ്രാർത്ഥിച്ചു നിൽക്കും മട്ടിൽ. ഉമ്പരും സിദ്ധന്മാരും എല്ലാം
താണു വീണ് കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ആ ചിത്സഭയിൽ ഞാൻ നിൻ്റെ തിരുനടനം കണ്ടു. എന്മല ബന്ധത്തെയും മൂഢത്വത്തെയും മാറ്റി നിർഗുണനെന്ന് ലോകം ചൊല്ലുമാക്കി തീർത്ത് ചിന്താപാശത്താൽ എന്നെ തൻ കാലിൽ തളച്ചിട്ട സർവജ്ഞനായ നിൻ്റെ ചിത്സഭാ നൃത്തം ഞാൻ കണ്ടു. സാധനശീലിക്കാത്തൊരൻ കർമ്മദുഃഖമെല്ലാം നീ ഏറ്റെടുത്ത് ബന്ധമറ്റോനെ എന്നെ തീർത്ത് തോരാത്ത സ്നേഹവർഷം എന്മേൽ ചൊരിഞ്ഞ് വേദം നാലും മുഴങ്ങും ശബ്ദം കേട്ട ഞാൻ ചിത്സഭയിൽ. അപ്പോൾ ഈ തിരുനടന ദർശനത്തിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? വേദാഗമ ശബ്ദമാണ്. അതാ നോക്കൂ, ഇത് നമുക്ക് കൂടി നൽകുന്ന ഒരു അനുഗ്രഹ വർഷമാണ് എന്ന് ഓർക്കുക. സാധന ശീലിക്കാത്തൊരൻ കർമ്മദുഃഖമെല്ലാം നീ ഏറ്റെടുത്തു. ഇവിടെ മാണിക്യവാചകർ പറയണ്, ഞാൻ യാതൊരു സാധനയും ചെയ്യാത്തവനാണ്, എന്നിട്ടും എൻ്റെ കർമ്മദുഃഖങ്ങളെല്ലാം നീ ഏറ്റെടുത്തു. എന്നിട്ട് ബന്ധങ്ങളെല്ലാം അറുത്ത് തോരാത്ത സ്നേഹവർഷം എന്മേൽ ചൊരിഞ്ഞു. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ ആ നിതാന്ത വർഷം എന്മേൽ ചൊരിഞ്ഞു. എന്നിട്ടോ വേദം നാലും മുഴങ്ങും ശബ്ദം ആ ചിത്സഭയിൽ ഞാൻ കേട്ടു. അങ്ങനെ 4 വേദങ്ങളുടെയും അധിപനായി പൊരുളെന്തെന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് മാണിക്യവാചകർ ഈ നൃത്തത്തിൽ നിന്ന് നേടിയ മഹാനേട്ടം. ഇത് നമുക്ക് നൽകുന്ന അരുളാണ്. ശിവഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അരുളാണിത്. അതായത് എന്താണ്? സാധന ശീലിച്ചില്ലെങ്കിലും കർമ്മദോഷങ്ങളെല്ലാം കർമ്മദുഃഖമെല്ലാം എന്നിൽ നിന്ന് അകറ്റുന്ന ദേവനാണല്ലയോ ശിവഭഗവാൻ. അവിടുത്തെ ചിത്സഭാ നൃത്തത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ കർമ്മദുഃഖമെല്ലാം നീ ഏറ്റെടുത്തു. കണ്ടോ? അപ്പോൾ ഇവിടെ മാണിക്യവാചകർ നമുക്ക് ഉറപ്പ് തരികയാണ്. ആരാണോ ഈ ചിത്സഭാ നൃത്തം കാണാൻ വേണ്ടി ഈ വാക്കുകളെ ശ്രവിക്കുന്നത്, അവരുടെ കർമ്മദുഃഖമെല്ലാം അല്ലയോ ഭഗവാൻ അവിടെ നിന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടോ എല്ലാ ദുഃഖങ്ങളെയും അകറ്റിയിട്ട് സ്നേഹവർഷം ചൊരിയുന്നു. ആ ഭക്തനിൽ സ്നേഹത്തിൻ്റെ അമൃതവർഷം പൊഴിക്കുന്നു. അല്ലയോ ഭഗവാൻ, ഇത് സാധാരണക്കാരായ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്സഭാ നൃത്തം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ ശിവൻ മാണിക്യവാചകരിലൂടെ നൽകുന്ന അനുഗ്രഹവർഷമാണിത്. തോരാത്ത സ്നേഹവർഷം എന്മേൽ പെയ്തു. തോരാത്ത സ്നേഹവർഷം, ഒരിക്കലും പറ്റാത്ത മഹാസ്നേഹത്തിൻ്റെ അൻപേ ശിവം എന്ന മഹാസ്നേഹത്തിൻ്റെ ആ വർഷം എന്നിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വേദങ്ങൾ 4ൻ്റെയും പൊരുൾ അവിടുന്ന് ഈ ചിത്സഭാ നൃത്തത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്നു. 1000 ആശയ്ക്കുള്ളിൽ വീണ് ഞാൻ അജ്ഞനായി കർമ്മങ്ങൾ ചെയ്തതിൻ പൗരുഷത്തൊട്ട് അറിയാതെ പാഴായോരെന്നിൽ ആനന്ദത്തെ ചൊരിഞ്ഞ നിന്നെ വാനോർ വണങ്ങും കാഴ്ച ചിത്സഭ തന്നിൽ കണ്ടേൻ. ആനന്ദത്തെയാണ് നീ വർഷിച്ചത്. ഈ സ്നേഹവർഷത്തിലൂടെ പരമാനന്ദ നിർവൃതിയെ നീ എനിക്ക് നൽകി. അപ്പോൾ ആരാണോ ഈ ചിത്സഭാ നൃത്തം കാണുന്നത്, ഈ ആനന്ദ നൃത്തം കാണുന്നത്, ഈ ശിവനൃത്തം കാണുന്നത്, അവരിലേക്ക് ഇത് ആനന്ദ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് അരുൾ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ മുന്നിൽ നിന്ന് ആനന്ദ നൃത്തമാടുന്ന ആ ചിത്സഭാ വേദിയിലാണ് നാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ തിരുമന്ത്രത്തിലെ ഏറ്റവും അനശ്വരമായ ഭാഗവും ഈ തിരുനടന ദർശനമാണ്. 9ാം തന്ത്രത്തിലെത്തുമ്പോൾ നാം ഈ തിരുനട ദർശനം കൺകുളിർക്കെ കണ്ട് നമ്മുടെ ജന്മപാപങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നമ്മെ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് അരുൾ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഇതാ ആനന്ദ നൃത്തമാടുന്നു.
തിരുമന്ത്രത്തിലെ 9-ാം തന്ത്രം എന്ന് വച്ചാൽ അത് മകുടാഗമം എന്ന മഹാശ്രേഷ്ഠ ആഗമത്തിൻ്റെ സാരമാണ്. ആ മകുടാഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന നിമിഷങ്ങളിലൊന്ന് തിരുനട ദർശനമാണ്. ഒരു സാധകൻ ഈ 9 തന്ത്രങ്ങളിലൂടെയും കടന്നു പോയിട്ട് ഈ തിരുനട ദർശനം കാണുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലം നാം ഈ തിരുനട ദർശനം കാണാൻ വേണ്ടി തന്നെയാണ് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരുന്നത്. ആ നിരന്തര പ്രയത്നത്തിൻ്റെ അവസാനം മകുടാഗമത്തിലെ ഈ ആനന്ദ നൃത്തം, ചിൽസഭയിലെ ആ ശിവനൃത്തം നാം കാണുകയാണ്. ഈ നൃത്തം കാണാൻ ആർക്കാണോ കഴിയുന്നത്, ആർക്കാണോ 3-ാം കണ്ണ് തുറന്നു കിട്ടിയത്, അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ കർമ്മദുഃഖങ്ങളെല്ലാം ഭഗവാൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അവരിൽ ആനന്ദവർഷം, സ്നേഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ഇതാ ആനന്ദ നൃത്തമാടുന്നു. ഈ ആനന്ദ നൃത്തത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് ഇതോടെ തിരുമന്ത്രം അവസാനിപ്പിക്കാം. തിരുമന്ത്രത്തിൽ 9-ാം തന്ത്രത്തിൽ ഇനിയും ചില ഭാഗങ്ങളുണ്ട്. പക്ഷേ നാം കാണേണ്ടത് കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടതായിട്ടൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് തിരുമന്ത്രം 9-ാം തന്ത്രത്തിലെ ഈ തിരുനട ദർശനത്തിലൂടെ ഞാൻ തിരുമന്ത്രം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി നിരന്തരം അനേകം പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് നാം തിരുമന്ത്രത്തിലെ ആ ശ്ലോകങ്ങളിലൂടെ, മഹാപാടലുകളിലൂടെ കടന്നുപോയി ഇപ്പോൾ തിരുനട ദർശനം കണ്ടു. ഈ തിരുനട ദർശനത്തിനപ്പുറം ഇനി തിരുമന്ത്രത്തിലൊന്നും നാം കാണാനില്ല. ഇത് നമ്മുടെ തന്നെ ശിരസിലെ ചിൽസഭയിൽ നടക്കുന്ന തിരുനടനമാണ്. ഈ തിരുനടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ച അപൂർവം കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നന്ദി. മാത്രമല്ല, എല്ലാ ശിവഭക്തന്മാർക്കും ശിവ അരുൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുമന്ത്രയജ്ഞം ഞാൻ എൻ്റെ മകൾ രമ്യ ഗോപിനാഥന് സമർപ്പിക്കുകയാണ്. 21-ാമത്തെ വയസ്സിൽ എൻ്റെ മകൾ ഗുരുപാദങ്ങളിൽ വിലയം പ്രാപിച്ചു, ശിവപാദങ്ങളിൽ വിലയം പ്രാപിച്ചു. ശിവപാദങ്ങളിൽ വിലയം പ്രാപിച്ച ആ മകൾ രമ്യ ഗോപിനാഥൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ തിരുനട ദർശനം ഞാൻ സമർപ്പിക്കുന്നു. സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേരി സങ്കീർത്തനേ സാമീപ്യം ശിവഭക്തിതുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ച ചരാചരാത്മകത നുധ്യാനേ ഭവാനീപദേ സായുജ്യം മമ സിദ്ധമത്ര ഭവതി സോമിൻ കൃതാർത്ഥോസ്മ്യഹം.